സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സപ്പോർട്ട് ആൻഡ് യൂട്ടിലിറ്റി 1 എന്ന പേപ്പറിലെ യൂണിറ്റ് 3യുടെ കണ്ടിന്യൂഷൻ ആണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആംബുലൻസ് സർവീസസ് ആണ്. സോ ആംബുലൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഒരു എമർജൻസി ഉണ്ടാവുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സർവീസസിന്റെ ആവശ്യകത ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും ആദ്യം റീച്ച് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആംബുലൻസ്. സോ അതിനനുസരിച്ച് എഫിഷ്യന്റ് ആയിട്ട് കറക്റ്റ് റെസ്പോണ്ട് ചെയ്യാനും വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് സർവീസ് സ്റ്റാഫുകളും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. സോ വെദർ പേഷ്യന്റ് ഇഞ്ചേർഡ് ആണെങ്കിലും ആഫ്റ്റർ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഇഞ്ചുറി ആണ്. സോ നമ്മൾ കൊടുക്കേണ്ട എഫിഷ്യൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ആ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള കാര്യമാണ്. സോ ട്രാൻസ്പോർട്ടേഷൻ ആ ആക്സിഡന്റ് ഉണ്ടായ സൈറ്റിൽ നിന്ന് കറക്റ്റ് ആയിട്ട് അത്രയും സ്പീഡായിട്ട് കറക്റ്റ് ടൈമിൽ എത്തിച്ചാലാണ് നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ മാക്കി 1969 ആള് നടത്തിയ സ്റ്റഡിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് 43% ഡെത്ത് എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ റൈഡേഴ്സ് അതുപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വെഹിക്കിൾ ഒക്യുപ്പന്റ് ആണ് മരണപ്പെടുന്നത്. സോ അതില് ഗ്രേറ്റർ ചാൻസ് എന്ന് പറയുന്നത് സർവൈവ് ചെയ്യാൻ വേണ്ടി ഗ്രേറ്റർ ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കുറച്ച് മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ആക്സിഡന്റ് നടന്ന ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ രക്ഷപ്പെടുന്ന കേസുകളാണ് അതിൽ കൂടുതലുണ്ടായിരുന്നത്. അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ആക്സിഡന്റ് പ്രിവെൻഷൻ കമ്മിറ്റി നമുക്ക് തേർഡ് ബിഗ്ഗസ്റ്റ് കൺട്രി ആയിട്ട് അതില് തേർഡ് ബിഗ്ഗസ്റ്റ് കൺട്രിയില് 352 വെഹിക്കിൾസും പോപ്പുലേഷന് കണക്കെടുക്കുകയാണെങ്കിൽ ജനസംഖ്യ ഒരു 10,000 ആളുകൾക്ക് 332 വെഹിക്കിൾസും അതുപോലെ തന്നെ 3,500 വെഹിക്കിൾസ് ഒരു 10,000 ആളുകൾക്ക് 3,500 വെഹിക്കിൾസ് ആണ് ഉള്ളത്. സോ 73% ആൾക്കാരും 2 വീലേഴ്സ് ഉള്ള ആളുകളാണ്. അവരില് എസ്റ്റിമേറ്റ് കണക്ക് 1997 എസ്റ്റിമേറ്റ് കണക്ക് നോക്കുവാണെങ്കിൽ റോഡ് ആക്സിഡന്റ് അറൌണ്ട് ഒരു 30,000 to 40,000 പെർ ഇയർ ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. 30,000 മുതൽ 40,000 പേര് വരെ ആക്സിഡന്റ് ഡെത്ത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ എസ്റ്റിമേറ്റഡ്ലി പറയുകയാണെങ്കിൽ റോഡ് ആക്സിഡന്റിൽ മരണപ്പെടുന്നത് ഒരു 12 മിനിറ്റിൽ ഓരോ ആളുകൾ എന്ന കണക്കിലാണ് ഓരോ ആളുകൾ മരണപ്പെടുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ആംബുലൻസ് സർവീസസിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ക്രൈറ്റീരിയാസിലാണെന്നാണ്. സോ ആദ്യത്തെ എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് ഫിസിഷ്യൻസിന് അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് നമുക്ക് ആംബുലൻസ് എവിടെയാണ് ആക്സിഡന്റ് നടന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസീസ് വഴി നമുക്ക് ആംബുലൻസ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടിന് അല്ലെങ്കിൽ ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് എമർജൻസി കെയറിലൊക്കെ വീട്ടിലോട്ട് ആംബുലൻസ് അങ്ങനെ വിളിച്ച് നമുക്ക് വിടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഡിസ്ചാർജ് ചെയ്ത ഇൻ പേഷ്യൻസിനെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പേഷ്യൻസ് കറക്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പേഷ്യൻസ് സ്പെഷ്യലി ഇപ്പൊ കാർഡിയാക്ക് കാത്തറ്ററൈസേഷൻ, പിന്നെ കാർഡിയാക് സെന്റേഴ്സ്, NMR സെന്റേഴ്സ്, റേഡിയോസ്കോപ്പിക് സെന്റേഴ്സിലേക്കൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആംബുലൻസുകൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ലോക്കൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ അതോറിറ്റിയുടെ അണ്ടറിലും ഇപ്പൊ ചിൽഡ്രൻസ്, ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആംബുലൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആംബുലൻസ് എന്ന് പറയുന്നത് മെഡിക്കലി എക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്, ഒരു വണ്ടിയാണ്. സോ ഇത് കറക്റ്റ് ആയിട്ട് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കലി ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുക, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആംബുലൻസ് സർവീസസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ആംബുലൻസ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെസ്പോണ്ട് ആണ്. മെഡിക്കൽ എമർജൻസി ഉണ്ടാവുന്ന സമയത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന സർവീസാണ് ആംബുലൻസ് സർവീസസ്. സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ ജനറലി നമ്മൾ എക്യുപ്പൈഡ് ആയിട്ട് അല്ലെങ്കിൽ വാർണിംഗ് ലൈറ്റും സൈറൻസും ഒക്കെ നമ്മൾ ആംബുലൻസിൽ കൊടുത്തത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു സൈറ്റിലോട്ട് അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജനറലി ബാക്കിയുള്ള വണ്ടികളെ വെച്ച് ആംബുലൻസ് എന്ന് പറയുന്നത് മെയിനായിട്ടും പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ
ദ ടേം ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡായ ആംബുലർ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. ആംബുലർ എന്ന വേർഡിന്റെ മീനിങ് ടു വാക്ക് ഓർ മൂവ് എബൌട്ട് എന്നാണ്. സോ ഇതിന്റെ റെഫറൻസിലാണ് മെഡിക്കൽ കെയറിൽ പേഷ്യൻസിനെ ഒരു സ്ഥലത്തിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആംബുലൻസ് എന്ന വേർഡിലോട്ട് വന്നത്. നമ്മൾ എമർജൻസി ട്രാൻസ്പോർട്ടായിട്ട് 4087 സ്പാനിഷ് ഫോഴ്സ് ആണ് കറക്റ്റായിട്ട് കാത്തോലിക് മോർച്ചൻസിന്റെ ഒക്കെ ടൈമിൽ എമിറേറ്റ്സ് ഓഫ് ഗ്രൻഡാസ് കൊണ്ടുവന്നത്. സോ ഡ്യൂറിങ് അമേരിക്കൻ സിവിൽ വാറിന്റെ സമയത്ത് നമ്മൾ ഈ വണ്ടികളെല്ലാം ഈ ഒരു വെഹിക്കിൾ നമ്മൾ യൂസ് ചെയ്തത് വൂണ്ട് ഓഫ് ആയിട്ടുള്ള ഇപ്പോൾ യുദ്ധത്തിന്റെ ഇടയിൽ അപകടം പറ്റിയ ആളുകളെ നമ്മൾ ആംബുലൻസ് വാഗൺസ് എന്നാണ് പറയാറ്, ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഹോസ്പിറ്റൽ ഫീൽഡിൽ നമ്മൾ ആംബുലൻസ് എന്ന് പറയുന്നത് ഫ്രങ്ക് പേർഷ്യൻ വാറിന്റെ ടൈമിൽ 1870 ടൈമിലാണ്. അതുപോലെ തന്നെ സെർബോ ടർക്കിഷ് വാർ 1876 നമ്മൾ ഈ വാഗൺസിനെ നമ്മൾ ഫസ്റ്റ് റെഫേർഡ് ആദ്യം നമ്മൾ വാഗൺസ് എന്നാണ് പറഞ്ഞിരുന്നത്. സോ അതിൽ നിന്ന് ആംബുലൻസ് വാഗൺസ്, പിന്നെ അതിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് ആംബുലൻസ് എന്ന് പറഞ്ഞ അത് ക്രിമെയിൻ വാർ 1854 ക്രിമെയിൻ വാറിന് ശേഷമാണ് നമ്മൾ ആംബുലൻസ് എന്ന് പറഞ്ഞ ടേം കറക്റ്റ് ആയിട്ട് വന്നത്. സോ ഇതാണ് ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ആംബുലൻസ് ആണ്. സോ നമ്മൾ ടൈപ്സ് ഓഫ് ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം, ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആംബുലൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ടാണ്, BLS എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പേഷ്യൻസിന്റെ ആവശ്യത്തിനനുസരിച്ച് ബേസിക് ആയിട്ടുള്ള സർവീസസ്, ഇപ്പോൾ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോക്ക് ട്രീറ്റ്മെന്റിനുള്ള കാര്യങ്ങൾ, എയർവേ റെസ്പിറേഷനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പിന്നെ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് നോക്കാനുള്ളത്, അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആംബുലൻസിനെയാണ് നമ്മൾ BLS ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നെസസറി ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ സ്റ്റാഫും ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, ALS. സോ ALS എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ക്രിട്ടിക്കലി ഇല്ലായ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. യൂഷ്വലി വെന്റിലേറ്റർ സപ്പോർട്ട് സിസ്റ്റംസ് എല്ലാം ഉള്ള ഒരു ആംബുലൻസ്, അതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സ് ഉള്ള ഒരു ആംബുലൻസിനെയാണ് നമ്മൾ ALS എന്ന് പറയുന്നത്. മെയിനായിട്ടും പേഷ്യൻസിനെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സർജറിക്ക് വേണ്ടിയിട്ട് ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിലോട്ടോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലോട്ടോ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ALS എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്